ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന്. ലക്ഷ്മി ബ്ലെസ്സിങ്സ് അഥവാ പൗർണമി അല്ലേ, പൗർണമിയുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സമൃദ്ധി വരുന്നുണ്ടോ, എന്തൊക്കെയാണ് എന്നിവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നെക്സ്റ്റ് 1 വീക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ടവർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ടു ഓഫ് വാൻഡ്സ്, Five of Cups, Ace of Cups, the Nine of Pentacles, Strength, Four of Cups, Death. ഡെത്തിൻ്റെ എനർജിയാണ്, ചേഞ്ചിൻ്റെ എനർജിയാണ്. 2 കാർഡ്സ് വീണിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ് ആണ്. അപ്പം നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് കണക്കാക്കണ്ടേ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാവോ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള വകയാണ് വരാൻ. നെക്സ്റ്റ് 1 വീക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അത് സഫലത, സന്തോഷത്തിൻ്റെതായ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൻ്റെതായ ആ ഒരു സന്തോഷം, അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില സന്തോഷങ്ങളിലേക്ക്, ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ വിചാരിക്കുക, അയ്യോ എനിക്കിത് ലഭിച്ചല്ലോ, ഞാനിത് ആഗ്രഹിച്ചു പോലും ഇല്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ വന്നു ചേരാം, അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് വാങ്ങിക്കാനോ മറ്റു ചില സാധനങ്ങൾ വാങ്ങിക്കാനോ, അതുമല്ല എങ്കിൽ വിവാഹം നടക്കാനോ, കാത്തിരുന്ന് ചില വിവാഹങ്ങൾ നടക്കുന്നുണ്ടാവും. അത് ഒരുപാട് കാലം കൊണ്ട് ചിലർക്ക് ഏജ് ഓവറൊക്കെ ആയിട്ട് ചില വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സന്തോഷ വാർത്ത ചിലപ്പോൾ വരാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ദ ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്. വളരെ വലിയ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടി പുനർജനിക്കുന്ന എനർജിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ മാറ്റത്തിൻ്റെതായ മാറ്റമാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. എതിർച്ചയാ അപ്രതീക്ഷിതമായി സംഭവിച്ച ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ സാധിക്കത്തില്ല, ഞാൻ പിന്നോട്ട് തന്നെ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതാണ്, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ടവർ മൊമെന്റ് വന്നിരിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായി ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ് ആവാം, അതുപോലെ തന്നെ ഡിവോഴ്സ് കേസുകളാവാം, അപ്രതീക്ഷിതമായി ഒരുപാട്
ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ളതാവാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനെയും കവിഞ്ഞ് ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത്, ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ തുടങ്ങുന്നു. ഇവിടെയും അതുപോലെ ഈ ഒരു ഡെത്ത് കാർഡും പറയുന്നത് അത് തന്നെയാണ്. ഈ 2 കാർഡുകൾ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അർഹതപ്പെട്ടവർക്ക്, അത് നോക്കിയിരിക്കുന്നവർക്ക്, അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള വിപത്തുകളിൽ പെട്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം എന്താണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഓഫ് പെന്റക്കിൾസ്, സോറി, ഡെത്ത് കാർഡ്, ഈ 2 കാർഡ്സും പറയുന്നത് എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു സക്സസിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു വളരെ വലിയ മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ സ്വയം അതിശയിച്ചു പോകുന്ന വിധത്തിലുള്ള മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ്, ഒരുപാട് കാലം കൊണ്ട് പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും, എന്നിരുന്നാൽ പോലും ആഗ്രഹിക്കുകയാണ്, നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. എന്തോ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സന്തോഷകരമായ മാറ്റത്തിന് വേണ്ടി ഇവിടെ ആഗ്രഹിക്കുകയാണ്. തോണി തുഴഞ്ഞ് അപ്പുറത്ത് പോവുകയാണ് ആ ഒരു സന്തോഷം നേടിയെടുക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ അതിനായിട്ട് നോക്കിയിരിക്കുകയാകാം. ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എത്ര ഏജ് ഓവർ ആയാൽ തന്നെയും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അഹോരാത്രം പണി ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പാർട്ട്ണർ നിങ്ങൾക്ക് വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പാടുപെടുന്നുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്. അത് വന്നു ചേരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അതെ, തീർച്ചയായിട്ടും ഇവിടെ ഡെലിജൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു ബേർഡ് കണ്ടില്ലേ, ഉത്സാഹപൂർവ്വം ഉയരങ്ങളിലേക്ക് പറക്കുന്ന എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഇപ്പൊ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ എന്താണോ ഇവിടെ നോക്കിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഇനിയും കഴിയില്ല. കാരണം എന്തായാലും നിങ്ങൾ തുനിഞ്ഞിറങ്ങി നനഞ്ഞിറങ്ങി ഇനിയും എന്താണ് കുളിച്ചു കയറുക എന്ന് പറയുന്നത് പോലെയുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് സന്തോഷകരമായ മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത്, നമ്മളിവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടി എടുത്തിരിക്കുന്ന കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഡെലിജൻസ്, അതായത് ഉയരങ്ങളിലേക്ക് ഉത്സാഹപൂർവ്വം പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 2 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രതീക്ഷകളാണ്. എന്തിനൊക്കെയോ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് പ്രതീക്ഷയിലാണ് ഇവിടെ നോക്കിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണോ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിലേക്കായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ദൃഷ്ടി ഊന്നിയിരിക്കുന്നത്. കാരണം ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ ഇവിടെ നിങ്ങൾ ഉത്സാഹപൂർവ്വം പാടുപെടുന്നതായിട്ട് കാണുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിലേക്ക് മാത്രം ദൃഷ്ടി ഊന്നി നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ ഈ ഒരു ദൃഷ്ടി ഇവിടെ പതിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു കാര്യത്തിനാണോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ അഡ്വഞ്ചേഴ്സ് ആണ്. നിങ്ങളിവിടെ നോക്കിയിരിക്കുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അപകടകരമായ നിലയെയും തരണം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. കാരണം അത്രമാത്രം പോസിറ്റീവായ എനർജിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതിൽ എത്ര വലിയ പേമാരിയിലും കൊടുങ്കാറ്റിലും നിങ്ങൾക്ക് രക്ഷയായി യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഈ 2 ഓഫ് വൺസിന്റെ എനർജി, വൺസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നിങ്ങളിവിടെ നോക്കി നിൽക്കുന്നത് എന്നാലും അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. കാരണം അത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ അത് കുറച്ചൊന്ന് ദുഷ്കരമാണ് വന്നു ചേരാനെന്ന്, അല്ലെ? അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൽ കൂടെ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എത്ര അപകടകരമായ നിലയെയും മറികടന്ന് നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത്. കാരണം ഇവിടെ അഡ്വഞ്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? എത്രമാത്രം ബുദ്ധിമുട്ടിയാലും നിങ്ങൾക്ക് അത് ആഗ്രഹിച്ചത് വന്നു ചേരും എന്നുള്ളതാണ്. കാരണം അനുഗ്രഹം നിങ്ങളിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്കതിനെ മറികടന്ന് സക്സസിലേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം ഇവിടെ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ്. ഒറ്റപ്പെട്ടു പോയ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ട്, മറ്റ് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട്, സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഏകാന്തത അനുഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുറേയൊക്കെ മൈൻഡ് അങ്ങ് നെഗറ്റീവായിട്ടിരിക്കുന്നു. ഈ മൈൻഡ് നെഗറ്റീവായിട്ടിരിക്കും തോറും പോസിറ്റീവായ എനർജി വന്നു ചേരാൻ വളരെ ബുദ്ധിമുട്ട്. ഇത്തരത്തിലുള്ള ബ്ലോക്കുകളെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ബ്ലോക്കേജസിനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരും. എപ്പോഴും നെഗറ്റീവായിട്ടിരിക്കേണ്ട കാര്യമില്ല. മൈൻഡ് കൊണ്ട് ചിന്തിക്കുക, ഞാനിവിടെ ആഗ്രഹിക്കുന്നത് എനിക്ക് വന്നു ചേരും, പോസിറ്റീവായുള്ള സാഹചര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്, അപ്പോൾ എനിക്കത് വന്നു ചേരും, ചേരാതിരിക്കില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാക്കി എടുക്കണം. പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടി വേണം ഏത് കാര്യങ്ങളെയും ഒന്ന് നേരിടാൻ, അല്ലെങ്കിൽ ഏതിനെയും നോക്കിക്കാണാൻ. സാമ്പത്തികമാണോ, നിങ്ങളുടെ മുഴുവനും നിങ്ങൾ അതായി തീരുകയാണ് വേണ്ടത്. നേടണം, വേണം എന്നല്ല ചിന്തിക്കേണ്ടത്, എനിക്കത് നേടണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹിക്കാം, പക്ഷെ നേടണമെന്ന് ആഗ്രഹിച്ച് നേടണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ അത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹമായിരിക്കാം, അതല്ല എങ്കിൽ മറ്റു ചില പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആയിരിക്കാം. അത് നേടിയെടുക്കുന്നതിന് കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വിഷമകരമായ ഘട്ടത്തിൽ നിന്നും ഇവിടെ നോക്കി നിൽക്കുന്നത് ഏതോ വ്യക്തിയെ ആയിരിക്കാം. കൂടുതലായിട്ടും ഇവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം, സന്തോഷം തരുന്ന സാഹചര്യത്തെയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്കായി പോയത് രണ്ടുപേർ തമ്മിൽ എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എന്തോ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ട് ഒറ്റയായി പോയി, ഇനി മേലിൽ മെസ്സേജ് അയക്കില്ല അല്ലെങ്കിൽ കോൾ ചെയ്യില്ല, ഇവിടെ എല്ലാ വിധത്തിലുള്ള സോഷ്യൽ മീഡിയാസും ബ്ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒറ്റയായി എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന. കാരണം ഇവിടെ കപ്പ് എനർജിയാണ്, കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒറ്റപ്പെട്ടു പോയി ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള എനർജിയാണ്, പ്രണയത്തിൻ്റെതായ എനർജിയാണെന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വീണ്ടും പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആരോ ഒരുപാട് ദൈവികമായ എനർജി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരികയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇത്തിരി വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് ആരോ സ്നേഹം കൊണ്ടുവരുന്നുണ്ട്. പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ പ്രണയത്തിന്റെ തുടക്കം ഇവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. അത് ദൈവികമാണ് എന്ന് തന്നെ പറയാം. സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ദൈവികത നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇവിടെ ഒരു ഗിഫ്റ്റ്, ഡിവൈൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തി തന്നെയാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി വരണമെന്നാണെങ്കിൽ അത് തന്നെയാവാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു പുതിയ പ്രണയവും ആവാം. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ്, ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ആണ്. ഏസ് എന്ന് പറയുമ്പോൾ സൂര്യോദയമാണ്, സണ്ണിന്റെ എനർജിയാണ്. അപ്പോൾ ഒരു സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മൂഡ് ഓഫ് ആയിട്ടിരുന്ന, ഒരുപാട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ
അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ട, അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ സമൃദ്ധിയാണ്. എന്തിന്റെ സമൃദ്ധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഒരുപാട് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി. ഇത് സമൃദ്ധിയായിട്ട് വരുന്നുണ്ട്. ഇത് സമൃദ്ധമാണ്. ഒരുപാട് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം എന്തിന്റെ സമൃദ്ധിയാണ്? പ്രണയത്തിൻ്റെതായ, സ്നേഹത്തിൻ്റെതായ സമൃദ്ധിയാണ് വരുന്നത്. അപ്പോൾ അബണ്ടന്റ് ആവുന്ന നിങ്ങൾ ഏത് കാര്യത്തിലാണ് അബണ്ടന്റ് ആവുന്നത്? നിങ്ങൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ, പ്രണയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അബണ്ടന്റ് ആകും. അതാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങൾക്ക്. കാരണം ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി അല്ലേ. ഇവിടെ കപ്പുകൾ, ഇവിടെ 3 കപ്പുകൾ മറിഞ്ഞു കിടക്കുന്ന 2 കപ്പുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ കംപ്ലീറ്റ് ആവണം ഇവിടെ ഇത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയുള്ള ആ ഒരു വിഷമമാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമല്ല ഇവിടെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒരു എനർജിയാണ്, ലവിന്റെ എനർജിയാണ്, പ്രണയത്തിൻ്റെതായ എനർജി. അതാണ് ഇവിടെ ദൈവികമായ പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട്, സ്നേഹത്തിൻ്റെതായ സമൃദ്ധി വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രണയത്തിന്റെ സമൃദ്ധി, ഒരു ധാരാളമായിട്ട് പ്രണയം വരുന്നു. നിഷ്കളങ്കമായ പ്രണയം, സിൻസിയറായത് ദൈവികമായ പ്രണയം, ഇത് നിങ്ങളിലേക്ക് ധാരാളമായി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് നയൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെയോ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ അതിശയിച്ചു പോകും. ഇവിടെ ധാരാളമായി പ്രണയം വരുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാറ്റത്തിൻ്റെതായ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഡെത്ത് വന്നിരിക്കുന്നു, ടവർ മൊമെന്റും വന്നിരിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ഒരു മാറ്റത്തിനുള്ള സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം ദൈവികമായ പ്രണയം വന്നു ചേരുന്നു. ഇവിടെയോ 9 ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികത്തിൻ്റെതായ സഫലത വന്നു ചേരുന്നു. ഇവിടെ നിങ്ങൾ അബണ്ടന്റ് ആവുന്നു എന്ന് തന്നെ പറയാം. അബണ്ടന്റ് ആവുന്നത് ഏത് കാര്യത്തിലാണ്? ധനസമൃദ്ധി, ധനത്തിൻ്റെതായ സമൃദ്ധിയാണ് ഇവിടെ കാണുന്നത്. 9 ആണ് വന്നിരിക്കുന്നത്, സഫലത, ഫുൾഫിൽമെന്റ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട്. ആ പ്രതീക്ഷകൾ പൂവണിയുന്ന എങ്ങനെയാണ്? സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. കാരണം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ടവർ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ നഷ്ടപ്പെട്ടിടത്ത് നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നഷ്ടപ്പെട്ടിരിക്കുന്ന എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം, അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തികം നേടിയെടുക്കാനുള്ള കഴിവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒന്നുകിൽ ഇവിടെ നിങ്ങൾക്കൊരു നല്ല ജോബ് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലൂടെ നിങ്ങൾക്ക് നല്ല പോലെ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി, അതിൻ്റെതായ ഒരു സഫലത വരാതിരിക്കില്ല. കാരണം ഇവിടെ 9 ആണ് വന്നിരിക്കുന്നത്, പെന്റക്കിൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ പ്രതീക്ഷകൾ, പക്ഷി കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു ബേഡ്, അത് പ്രതീക്ഷകൾ പൂവണിയുന്നതാണ്. നിങ്ങളുടെ ഒരുപാട് പേർക്ക് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം, സാമ്പത്തികം ഒരുപാട് വന്നു ചേരുന്ന സമയം, സന്തോഷത്തിൻ്റെതായ സമയം, സഫലത അനുഭവിക്കുന്ന ഒരു സമയം. ഇതാണ് നിങ്ങൾക്ക് അബണ്ടന്റ് ആയിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ അബണ്ടന്റ് ആകുന്നു. അത് ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള സമയമായെങ്കിൽ അത് നടക്കാനുള്ള സമയമായിരിക്കുന്നു. അതുപോലെ പുതിയ ജോബ് ലഭിക്കാനുള്ള സമയം, അതുപോലെ ഭൂമി വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ വേണ്ടി ഒരുപാട് കാലം കൊണ്ട് പ്രയത്നിച്ചിരിക്കുന്നവർക്ക് ചിലർക്ക് അത് വിറ്റ് പോയിട്ട് ആവശ്യത്തിന് സാമ്പത്തികം വന്നു ചേരുന്നുണ്ടാവും. അങ്ങനെ വന്നു ചേർന്നിട്ട് നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി വരുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വീട്, വാഹനം, ഇത് രണ്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് വന്നു ചേരുന്ന എനർജിയാണ്. പലർക്കും അതിനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഓരോരുത്തരും നോക്കിയിരുന്നിട്ട് എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ. അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട്. ഇവിടെ വളരെ മനോഹരമായ എനർജീസ് ആണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ എനർജീസ് ആണ്. കണ്ടില്ലേ, ഇവിടെ സമ്പത്തിൻ്റെതായിട്ടും സ്നേഹത്തിൻ്റെതായിട്ടും ഒരുപാട് നല്ല പോസിറ്റീവ് എനർജീസ് ആണ്, ദൈവികമായ എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ അബണ്ടൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ധനത്തിന്റെ കാര്യത്തിൽ അബണ്ടന്റ് ആവുന്നു. നിങ്ങൾ ലക്ഷറി ലൈഫ് നയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു. വിദേശത്ത് പോകേണ്ടവർക്ക്, അതിനായി നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു സമയം വന്നു ചേരുന്നു. മനസ്സിലായി? വിവാഹത്തിനുള്ള സമയം നോക്കിയിരിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യത, ഏതൊരു കാര്യത്തിലും സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഉയർച്ച വരുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്നത് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം.
ഇവിടെ കാണുന്നത് ഫുൾഫിൽമെന്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന്. ഫുൾ മൂൺ എനർജിയിൽ കണ്ടില്ലേ, ഇവിടെ ഫുൾ മൂൺ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു. ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പൂർണ്ണതയാണ്, അല്ലേ? പൂർണ്ണതയാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ ഒരു പൂർണ്ണത ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ഫുൾഫിൽമെന്റിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫ്രൂട്ട്, നമ്മളൊരു ചെടി നട്ടു, അതിന് പതുക്കെ പതുക്കെ അത് വളർന്നു വലുതായി പുഷ്പിച്ചു, അതില് കായുണ്ടായി, അത് പഴുത്ത് പാകമാകുമ്പോൾ നമ്മളുടെ ആഗ്രഹം സഫലമാകുന്നു. അപ്പോൾ നമ്മൾക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ ഫുൾഫില്ലാവുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇതുവരെയും കയ്യിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങി കിട്ടും. കാരണം ഇതുവരെ നിങ്ങൾ നേടിയെടുക്കാൻ എന്താണോ ആഗ്രഹിച്ചത്, എന്ത് നേടണമെന്നാണോ ആഗ്രഹിച്ചത്, അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പോഴാണ് കൈവരിക്കാൻ സാധിക്കുന്ന. മേജർ അർക്കാനയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ശനീശ്വരന്റെ അനുഗ്രഹം കൂടെ, ദൈവാനുഗ്രഹം ഒരുപാടായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി. ഇതുവരെ നിങ്ങൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോയിട്ടുണ്ടാവാം, പക്ഷെ അതിനെ ഒന്നും നിങ്ങൾക്ക് കൈക്കുള്ളിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം അതിനെ എങ്ങനെയാണ് കയ്യിലാക്കേണ്ടത് എന്ന്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും എന്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, അതെനിക്ക് വേണം, അതെനിക്ക് നേടണമെന്നുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു, അതിനെ നിങ്ങൾ കൈക്കുള്ളിലാക്കുന്നു. ആ ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എത്ര ദുഷ്കരമായ ചില കാര്യങ്ങളിലായാലും, എന്തിന്റെ പിറകെയാണോ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എന്തിനെയെങ്കിലും ലക്ഷ്യമാക്കിയിട്ടുണ്ടാവാം എനിക്കത് വേണമെന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ല, നേടിയെടുക്കണം. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഒരു പ്രയത്ന ഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ധാരാളമായിട്ട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് നേടിയെടുക്കാൻ ഇപ്പോൾ സാധ്യമാകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഗേറ്റ് വേ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു സക്സസ് നിങ്ങളുടെ കൺവെന്റിൽ തന്നെയുണ്ട്. കൈക്കുള്ളിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് താമസം മതി. അപ്പോൾ കൈക്കുള്ളിലേക്ക് വരുന്നുണ്ട്. അതാണ് കണ്ടില്ലേ, നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്കുള്ള ഭാഗ്യം അത് നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പടിവാതിൽക്കൽ അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. കണ്ടില്ലേ, അത് നിങ്ങളുടെ ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട്, നിങ്ങളുടെ പ്രയത്നം കൊണ്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരുപാട് നിരാശ അനുഭവിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നിരാശ വരുന്നു, അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ നിരാശയിൽ നിന്നുമാണ് എൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി, എൻ്റെ വിജയത്തിലേക്കുള്ള വാതിലുകൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു. അത് എനിക്ക് ഈ ഒരു നിരാശയെ ഞാൻ മറികടക്കാൻ പോവുകയാണ്. അല്ലാതെ നിരാശയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം ഞാൻ അതിൽ തന്നെ ആ ഒരു എനർജിയിൽ തങ്ങി നിൽക്കുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഒരു കാര്യം ലഭിക്കുന്നില്ല അവിടെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയല്ല വേണ്ടത്. മുന്നോട്ട് കുതിക്കണം, നിങ്ങൾ മുന്നോട്ട് പായണം, മുന്നോട്ട് ഇറങ്ങി ആഗ്രഹിക്കുന്നതിനെ നേടിയെടുക്കാനുള്ള പരിശ്രമം നടത്തണം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട്. ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്. കണ്ടില്ല, ഇവിടെ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ 3 കപ്പുകളും ഉണ്ട് ഇവിടെ. ഇതിലൊന്നും ഉള്ള കാര്യങ്ങളൊന്നും വേണ്ട, എനിക്കിനി അടുത്തതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിച്ചില്ല എങ്കിൽ നമുക്ക് നിരാശയാണ്, അല്ലേ? പകരമായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പോരാ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ വേണം എന്ന് കരുതി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. കാരണം ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ചോയ്സസ് ഒക്കെ വരുന്നത്. പിന്നെ ഒന്നും കാണാതിരിക്കരുത്.
മനസ്സിലായോ? ഒന്നും കാണാത്ത ഭാവത്തിലിരിക്കരുത്. ബ്ലെസ്സിങ്സ് വരുമ്പോൾ എന്താണ്, മുഖം തിരിഞ്ഞിരിക്കാൻ പാടില്ല. എനിക്കിതൊരു അനുഗ്രഹമാണ്, എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ്സ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഓ എനിക്കിതല്ല വേണ്ടത് എന്ന് പറഞ്ഞിരിക്കണ്ട. കിട്ടുന്നതിനെ നിങ്ങൾ ദൈവികമായ എനർജി അല്ലേ, അതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡിവൈൻ ഗിഫ്റ്റ്, അപ്രതീക്ഷിതമായിട്ട് വലിയ വലിയ ഗിഫ്റ്റുകൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഡിവൈൻ ഗിഫ്റ്റ് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഡെത്തിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. ഡിവൈൻ ഗിഫ്റ്റ് ഇവിടെ എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡ്രൈവിംഗ് ആണ് ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്രോഗ്രസ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നതാണ്. ഡ്രൈവിംഗ് ആണ്, അപ്പോൾ തന്നെ പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു സമയത്തിലേക്ക് മുന്നോട്ട് പോകാൻ കടക്കുന്നു. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് കടക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരും എന്നുള്ളത്. അത് വാങ്ങാനുള്ള സമയമായിരിക്കുന്നു. അതാണ് ഇവിടെ ഡ്രൈവിംഗ് പ്രോഗ്രസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഡെത്താണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാറ്റത്തിൻ്റെതായ സമയമാണ്, ഒന്നുകൂടെ പുനർജനിക്കാനുള്ള സമയം. മനസ്സിലായി? ഇവിടെ വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു. ഈ വലിയ മാറ്റം എങ്ങനെയാണ്, എല്ലാ വിധത്തിലുള്ള പരാജയങ്ങളിൽ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ട് മാറ്റം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, മരണപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ. ചില ആൾക്കാർ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് 3, 4 റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്നുമൊക്കെ ഇവർ മുന്നോട്ട് പോയിട്ടുണ്ടാവാം, അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം, എന്തിനു വേണ്ടിയാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന്. പക്ഷെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും എന്തിനു വേണ്ടി ആയിരുന്നു എനിക്കിത് വന്നു ചേർന്നത്, എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു. ഓരോ ബന്ധങ്ങളും ഓരോ പാഠങ്ങളാണ്. മറ്റു പലരുമായിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാകും, ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട്, അതാണ് ഉദ്ദേശം. പല സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കാം. ഒരുപാട് പേർ അടുത്തുകൂടി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ അവസാനം ഒരു പാഠം പഠിക്കും. അവിടെ നിന്നാണ് നിങ്ങൾക്ക് നല്ല ജീവിതത്തിന്റെ മാറ്റം വരുന്നത്. നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത് നിങ്ങൾ അവിടെ നിന്നുമാണ്. മനസ്സിലായി? ഇതൊന്നും പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയാണ് വരുന്നത്. അതുപോലെ എന്താണ് നമുക്ക് നോക്കാം. സിംപ്ലിസിറ്റി ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ മനസ്സിന്റെ എളിമ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിന്റെ എളിമ കൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരണമെങ്കിൽ, നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിന് എളിമയുള്ളവർ തന്നെയാണ്. കാരണം നിങ്ങളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാണ് കബളിപ്പിക്കൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചീറ്റിംഗ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ്, അല്ലാതെ വരുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ചീറ്റിംഗ് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ ഹൃദയത്തിന്റെ ശുദ്ധത കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേർന്നതെങ്കിൽ ഇവിടെ സിംപ്ലിസിറ്റിയാണ്. കണ്ടില്ലേ, നിഷ്കളങ്കത കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എളിമ, നിങ്ങളുടെ മനസ്സിന്റെ ലാളിത്യം കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചു പോയതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇനി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് ഇതേപോലെയുള്ള നല്ല ചില ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിട്ടുകളയേണ്ടതിനെ ഒന്നും ഇവിടെ വിട്ടുകളയുന്നില്ല, എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും കളയേണ്ടതിനെ കളയണം, നേടേണ്ടതിനെ നേടണം. മനസ്സിലായി? നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴയ സാധനങ്ങൾ അതും എല്ലാം കെട്ടിച്ചുമന്ന് വെച്ചിട്ട് ഒന്നും നേടാനില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി എല്ലാം ഇവിടെ കളയണം. അല്ലാതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെയാണ് മണി ബ്ലോക്കേജസ് ഉണ്ടാകുന്നത്. ഈ മണി ബ്ലോക്കേജസിനെ നിങ്ങൾ മറികടക്കാതെ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരില്ല. കാരണം കയ്യിൽ 4 പൈസ ഉണ്ടോ അത് തലയിലും വെച്ച് മാറോടടുക്കി കാൽച്ചുവട്ടിലും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്? അത് ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കണം.
കൊടുക്കേണ്ടത് അത് കൊടുക്കണേ, എന്നാൽ മാത്രമേ തിരിഞ്ഞു കറങ്ങി മറ്റൊരു വശത്തുകൂടെ നിങ്ങളിലേക്ക് അത് വന്നു ചേരുകയുള്ളൂ. സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും അങ്ങനെയാണ്. ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തിരിഞ്ഞു കറങ്ങി നിങ്ങളിലേക്ക് വീണ്ടും അതിനപ്പുറം വന്നു ചേരും. കാരണം ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളവരാണ്. അതുകൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കേണ്ട യാതൊരു കാര്യമില്ല. പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ, മോശകരമായ നെഗറ്റീവായ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണ്ട. അതിനെ റിലീസ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ റിലീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക. ഇപ്പോൾ എനിക്ക് സന്തോഷം അനുഭവിക്കണം, അതാണ് ചിന്തിക്കേണ്ടത്. ഇനി നാളത്തേടെ മാര് കണ്ടു. അഥവാ ഇനി അടുത്തൊരു സുപ്രഭാതത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സന്നദ്ധരാവണം. അതിന് നിങ്ങൾ നിർബന്ധിതരാവണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രഭാതം കൂടി കണി കണ്ടുണരാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ ദൈവമേ. അപ്പോൾ അവിടെ ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഒന്നും ഇനി തിരികെ വരാനില്ല. അതുകൊണ്ട് പോയ ദിവസങ്ങളിലെ ഉള്ള ഓർമ്മകളെ വേണ്ട, അനാവശ്യകരമായ ഓർമ്മകളെ താലോലിച്ചുകൊണ്ടിരിക്കണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മണി ബ്ലോക്കേജസ് ഉണ്ടാവും, തീർച്ചയാണത്. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടി മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഇനി ഇവിടെ ചെയ്യേണ്ടത്? അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഫൊർഗീവ്നെസ് ആണ്. കണ്ടില്ല, എത്ര കറക്റ്റാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഫൊർഗീവ്നെസ്സും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഹാപ്പിനെസ്സും വരുന്നുണ്ട്. കണ്ടോ, ഹാപ്പിനെസ് വരും, സന്തോഷം വരും നിങ്ങളിലേക്ക്. ഒത്തുചേർന്ന് കോംപ്രമൈസ് ചെയ്ത് സത്യസന്ധമായിട്ട് സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ടൊരു ജീവിതം വിശ്വാസത്തോടുകൂടി, ഒരുപാട് വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരമുണ്ടാകുന്നു. അതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്? നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് പറയുകയാണ് വേണ്ടത്. യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് പറയേണ്ടത് എങ്ങനെയാണ്? അതൊരു പ്രാർത്ഥന തന്നെയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതെല്ലാവരും പറയണം. അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും, മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും ഇത് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ആ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം. ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ കമൻ്റ് ഇടുക. നിങ്ങൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. യൂണിവേഴ്സിനോട് ഫോർഗീവ്നെസ് പറയാം നിങ്ങൾക്ക്. അതിലൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു നിമിഷമെങ്കിലും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കടന്നു വരും. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.